എൻ്റെ പേര് സണ്ണി കൊന്നിക്കാട്ട്. ഇടുക്കി ജില്ലയിൽ പണിക്കൻകുടിയിലാണ് താമസിക്കുന്നത്. ഞാൻ ഈ കരകൗശല ഉണ്ടാക്കി കൊടുക്കുന്ന ഒരാളാണ്. ഞാൻ കുറേ കാലം 10-20 വർഷം മരപ്പണിയൊക്കെ ചെയ്തുകൊണ്ട് ജീവിച്ചിരുന്ന ആളാണ്. ഇപ്പോൾ നമ്മൾ ഈ 10-60 വയസ്സ് കഴിഞ്ഞുകൊണ്ട് ഇപ്പോൾ ചുമ്മാ കരകൗശല വസ്തുക്കൾ ഉണ്ടാക്കുന്ന ഒരു പണി തുടങ്ങിയിരിക്കുന്നതാണ്. ഇപ്പോൾ നമ്മൾ ഹോബി പോലെ ചെയ്യുന്നതാണിത്. വലിയ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ഈ പൂച്ചെടികളൊക്കെ വളരെയധികം ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളതാണ്. ഈ കുരിശിൻ്റെ ഒക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളതാണ് ഇഷ്ടംപോലെ. കാരണം ആവശ്യക്കാർ വന്നുകൊണ്ട് പള്ളിക്കാരൊക്കെ കൊടുത്തിട്ടുണ്ട്. അവിടെ ഹൈറേഞ്ചിൽ തന്നെ കൊടുത്തിട്ടുള്ള സാധനങ്ങളാണ്. അപ്പോൾ ഈ ഒരു ടൈം പാസും അതുപോലെ ചിലൊരു വരുമാനമൊക്കെ കിട്ടുക എന്ന പ്രതീക്ഷയിലാണ് ചെയ്യുന്നത്. ആവശ്യക്കാർക്ക് കൊടുക്കുന്നതാണ്. ഇതിനകത്ത് ഈ വീഡിയോയിൽ കാണിക്കുന്ന നമ്പർ വിളിച്ച് കോൺടാക്ട് ചെയ്താൽ നമുക്ക് ആ സാധനങ്ങൾ എത്തിച്ച് കൊടുക്കാവുന്നതാണ്. എല്ലാ സാധനങ്ങളും ഈ കൊറിയർ മുഖേന എത്തിച്ച് കൊടുക്കുന്നതാണ്. ഈ കുരിശുണ്ടാക്കിയിരിക്കുന്നത് കുമ്പിൾ തടിയും കൊണ്ടാണ്. അപ്പോൾ ഇത് തേക്ക് മൂലം ഈട്ടിയിലും മറ്റേത് മരത്തിലും നമുക്ക് മെറ്റീരിയൽ എടുത്ത് ഉണ്ടാക്കാവുന്നതാണ്. സാധാരണ ഈ കത്തോലിക്ക പള്ളികളിൽ, അതായത് റോമ കത്തോലിക്ക പള്ളികൾ ഉപയോഗിക്കുന്ന ഒരു മാർത്താ കുരിശിൻ്റെ ഒരു മോഡലാണ്. ഈ കുരിശ് സാധാരണ പള്ളികൾ വയ്ക്കുന്ന ഇങ്ങനെ ഫ്രണ്ട് വശം ഇങ്ങനെ ഒരു ലെവലായിട്ടിരിക്കുന്ന ഒരു മോഡലാണ് സാധാരണ എല്ലാ പള്ളികളിലും ക്രിസ്ത്യൻ പള്ളികളിലും കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ കുരിശിന് മാത്രം പ്രത്യേകതയുണ്ട്. കാരണം ഞാൻ ഇതിൻ്റെ ഈ മറുസൈഡ് വേറൊരു രീതി കുറച്ചും കൂടി ആർട്ടിഫിഷ്യലായിട്ട് താഴ്ത്തി വേറൊരു ഷേപ്പിലാക്കി പണി വെച്ചിട്ടുണ്ട്. അപ്പം ഈ കുരിശ് ഇങ്ങനെ ഈ ഷേപ്പ് വേണമെന്നുള്ളവർക്ക് ഇത് ഈ വശവും ഉപയോഗിക്കാം. അതല്ല പഴയ മോഡൽ ലെവലായിട്ടിരിക്കുന്ന വശം വേണമെന്നുള്ളവർക്ക് ഇതുകൂടി ഉപയോഗിക്കാൻ ചെയ്യാം. അങ്ങനെ ഒരു മൾട്ടി പർപ്പസ് കുരിശെന്ന് പറയാവുന്ന രീതിയിൽ പണി വെച്ചിരിക്കുന്ന ഒരു മോഡലാണ്. അപ്പോൾ പക്ഷേ അതിനനുസരിച്ചുള്ള കോസ്റ്റ് കൂടും. പണിക്കൂലി സെയിം ആണെങ്കിലും അതിൻ്റെ മെറ്റീരിയൽസിൻ്റെ വില അനുസരിച്ച് അതിന് വില കൂടും, മാറ്റം വരും. ഇത് കുമ്പിളിനനുസരിച്ച് പോലെ എല്ലാ തേക്കിനും വില. അപ്പോൾ ഇത് കംപ്ലീറ്റ് തേക്കൽ ഉണ്ടാക്കിയേക്കുന്നതാണ്. ഈ ബേസും ഈ ഇത് പടവും തേക്ക് തന്നെയാണ്. ഇത് എല്ലാത്ത മരത്തിലും ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ ഇത് തേക്കിനാണ് ഇത് ഉണ്ടാക്കിയത്. കിട്ടി പീസ് തേക്കിന് പീസാണ് കിട്ടിയതുകൊണ്ട് ഒത്തിരി ചെയ്തു. ഇതിൽ ഒരു സാമ്പിളായിട്ടും ആവശ്യക്കാർക്ക് വിൽക്കാനായിട്ടും മോഡലായിട്ടും വെച്ചിരിക്കുന്നതാണ്. ഇത് പല പല പീസ് തടി ചേർത്ത് ഒട്ടിച്ചിട്ട് ഉണ്ടാക്കിയ ഒരു കടഞ്ഞെടുത്ത മോഡലാണ്. ഇത് ഉള്ളൊക്കെ ആയിട്ട് ഒരു ജഗ് പോലെ ഉപയോഗിക്കാവുന്ന ഫ്ലവറൈസ് പോലെ ഉപയോഗിക്കാവുന്നതാണ്. ഇതിന് ഉള്ളുണ്ട്. ഇതിനകത്ത് കടഞ്ഞെടുത്തത് മെഷീനെ ചെയ്ത വർക്കാണ്. ഇത് ചേട്ട തന്നെയാണ്. ചേട്ട തന്നെ ചെയ്ത ഒരു കലാരൂപം. എൻ്റെ കയ്യിലിരിക്കുന്നതും ഇതൊക്കെ ചിരട്ടകളാണ്. ചിരട്ടകളുള്ള പൂക്കളും ചിരട്ടകളുള്ള പൂച്ചെടികളാണ്. അപ്പോൾ ഓരോ ഉൽപ്പന്നത്തിൻ്റെ അനുസരിച്ചാണ് ഉണ്ടാക്കുന്ന മെറ്റീരിയൽ ഉപയോഗിക്കുന്നത്. അതായത് ചിലപ്പോൾ തടികളുണ്ടാകാം, ചിരട്ട ഉണ്ടാകാം, അതുപോലെ ഓരോ ഐറ്റംസ് അതുപോലെ പല നമുക്ക് കിട്ടുന്ന ഉണ്ടാക്കുന്ന പ്രോഡക്റ്റിൻ്റെ മെറ്റീരിയൽസും വ്യത്യസ്തം കഴിക്കും ചിലപ്പോൾ. അപ്പോൾ ഇപ്പം പല തടിയുടെയും ചിരട്ടയാണ് കൂടുതൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മെറ്റീരിയൽസ്. ഈ ചെറിയ തേങ്ങ കിട്ടിയപ്പോൾ ഉണ്ടാക്കി അതെല്ലാം ചെറിയ തേങ്ങകളാണ്. ഇത് എത്രയും വലിപ്പം കുറഞ്ഞ തേങ്ങകൾ കിട്ടിയപ്പോൾ പറഞ്ഞാൽ നമുക്ക് തേങ്ങാ വില അനുസരിച്ച് നഷ്ടമായെങ്കിലും ഈ ചെറിയ തേങ്ങയപ്പോൾ ഈ കൗതുകം തോന്നിയിട്ടുണ്ടാക്കിയ കൊക്കുകളാണ് എല്ലാം. ഈ കൊക്കുകൾ ജോഡി 1000 രൂപയാണ് ഇതിന് റേറ്റ് വിചാരിക്കുന്നത്. കാരണം ഈ ചിരട്ടകൾ ലഭ്യത കുറഞ്ഞ ചിരട്ടകളായതുകൊണ്ട് വലിപ്പം കുറഞ്ഞതായതുകൊണ്ട് ജോഡിക്ക് 1000 രൂപയാണ് ഒരു കൊക്കിന് വില. ഈ രൂപത്തിന് ഈ ഷേപ്പിലായതുകൊണ്ട് 1500 രൂപയാണ് വലിയ വില കൊടുക്കുന്നത്. തേക്കാലാണ് പറഞ്ഞിരിക്കുന്നത് 1500 രൂപ. ഇത് കുരിശ് ഇതും 1500 രൂപയാണ് ഇതിന് വില പറഞ്ഞത്. ഇത് വർക്കും തടിയും ഇത് വർക്കും എല്ലാം കൂടെ ആകുമ്പോൾ അത്രയും പൈസയാവും. പിന്നെ ഈ പൂച്ചെടികളും അതുപോലെ തന്നെ അത്രയും വർക്കുകളുള്ളതുകൊണ്ട് 1500 രൂപയാണ് ഇതിന് വില നിശ്ചയിച്ചിരിക്കുന്നത്. 2 പൂച്ചെടിയും ഒരേ റേറ്റ് തന്നെയാണ്. ഈ പാത്രം ഇത് തടിയാണ് 500 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റുന്നതാണ്. അതുപോലെ ഈ സംഭവം 500 രൂപയാകും, 1000 രൂപയാകും. ഇത് ഈ കൂടി ചേരട്ടയൊന്നും കിട്ടാനില്ല. അതുകൊണ്ട് ഇതും ഒരു 1000 രൂപയുടെ അടുത്ത് വില വരും. അതിനാൽ ഇതപ്പം സിമ്പിളല്ലാത്ത വസ്തുവായതുകൊണ്ടാണ് അതിന് വില കാര്യങ്ങളൊക്കെ വില വരും. പിന്നെ ഇതിൻ്റെ കാര്യങ്ങൾ ഇതിനകത്ത് കാണിക്കാൻ പറ്റാത്ത പല സാധനങ്ങളും കൂടെ ഉണ്ടായിരുന്നു. കുറച്ചും കൂടെ വലിപ്പമുള്ള കുക്കുകളും മറ്റ് സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ കുറേ സ്പൂണുകളും ഫോർക്കുകളും ഒക്കെ ചേട്ടോടെ ഉണ്ടാക്കിയത് ഇവിടെ കാണിച്ചിട്ടില്ല. അതൊക്കെ കൊടുത്തിട്ടുള്ള സാധനങ്ങളാണ്. പിന്നെ ചെറിയ മഗ്ഗുകൾ, പ്ലേറ്റുകൾ, തടി കൊണ്ടുള്ള പ്ലേറ്റുകൾ, അതുപോലെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കി കൊടുക്കാറുള്ളതാണ്. അതുപോലെ അതൊക്കെ ഇപ്പം കാണിക്കാൻ പറ്റിയില്ല ഈ വീഡിയോയിൽ, എങ്കിലും സാധനങ്ങൾക്കുള്ളതാണ്. ഈ പൂച്ചെടികൾ വെച്ച് കാര്യങ്ങൾക്ക് ഇപ്പോൾ തക്കാളി കയറുള്ളൂ. ഇത് ആർക്കെങ്കിലും ഈ സാധനങ്ങൾ വേണമെങ്കിൽ അതിൻ്റെ
ഈ പറഞ്ഞാൽ ഉണ്ടാക്കി കൊടുക്കുന്ന സാധനങ്ങളാണ് ഈ ഇരിക്കുന്നതെല്ലാം. അപ്പോൾ അതിന് പറയുന്ന നമ്പറുകൾ താഴെ കൊടുത്തിട്ടുണ്ട്. അത് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ ഇതേ മോഡൽ ഏതും ഉണ്ടാക്കി കൊടുക്കും. അപ്പോൾ അതിനനുസരിച്ച് വിലയും പറയുന്നതാണ്. അത് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് വില ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം പറഞ്ഞു തരുന്നതാണ്.